ഗോവിന്ദൻ മാഷ്, ജമാഅത്തെ ഇസ്ലാമിക്ക് അതിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് ബോഡികളിൽ അവസരം ലഭിച്ചത് UDF ഭരിക്കുമ്പോഴല്ല, LDF ഭരിക്കുമ്പോഴാണ്. ഹജ്ജ് കമ്മിറ്റി, വഖഫ് ബോർഡ് പോലുള്ളതിന്റെ കാര്യം നമുക്ക് മാറ്റിവെക്കാം. അതൊരു മുസ്ലിം ബോഡിയാണ്, അത് നമുക്ക് മാറ്റിവെക്കാം. പക്ഷെ പാലൊളി കമ്മിറ്റി, എന്തിന് കുട്ടികൾക്കുള്ള പാഠപുസ്തകം നിശ്ചയിക്കുന്ന കരിക്കുലം കമ്മിറ്റിയിൽ പോലും ജമാഅത്തെ ഇസ്ലാമിക്ക് അവസരം നൽകിയത് നിങ്ങളാണ്. അന്നൊന്നും ഉണ്ടാകാത്ത എന്ത് ഗുരുതര പ്രശ്നമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്? ആ ഒരു ചെറിയ പ്രസ്ഥാനത്തിന് ഒരു പഞ്ചായത്ത് ഭരിക്കാനുള്ള ആൾബലം പോലുമില്ല. പക്ഷെ നിങ്ങൾ അവരെ ഭയപ്പെടുന്നത് അവർ മതരാഷ്ട്രവാദികളായതുകൊണ്ടോ വർഗീയവാദികളായതുകൊണ്ടോ അല്ല, നിങ്ങളുടെ വൃത്തികേടുകൾ തുറന്നു കാണിക്കുന്നതുകൊണ്ടാണ്. അത് തീർച്ചയായും ജനങ്ങളെ സ്വാധീനിക്കും. സമസ്തയുടെയും AP സുന്നികളുടെയും കോട്ടകളിൽ പോലും ആ സംഘടനയുടെ നേതാക്കളുടെ ആഹ്വാനത്തെ മറികടന്നുകൊണ്ട് ജനങ്ങൾ പലപ്പോഴും വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത് വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെയും അതുപോലെ തന്നെ ജമാഅത്ത് വെൽഫെയർ പാർട്ടി പറഞ്ഞ രാഷ്ട്രീയ ആശയങ്ങളുടെ പിൻബലമുള്ളവരെയുമാണ്. അതിന് കാരണം ആ പറയുന്നതിൽ ഒരു നേരുണ്ട്. അത് തിരിച്ചറിയുന്ന ജനങ്ങളാണ്. സ്വന്തം സംഘടനാ നേതാക്കൾ പറയുന്നതിന് പോലും വിരുദ്ധമായി വോട്ട് ചെയ്യുകയും നിങ്ങൾക്കെതിരെ ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിൽ പോലും വിധിയെഴുത്തുണ്ടായത്. ആ സ്വാധീന ശക്തിയെയാണ് നിങ്ങൾ ഭയക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ ഭീകരവൽക്കരിക്കുന്നത്.